ഞാൻ പറയുന്നില്ല, ഞങ്ങൾ തീരുമാനം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. സെക്രട്ടറി കൂട്ടി സർക്കാരാണ് ഇത് എന്ന് ചോദിച്ചതാണ് മുൻ നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച CPI ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്തൊരു തീരുമാനം എടുക്കുമെന്ന് പ്രദേശിക്കാവോ? അതെ അതെ, വിട്ടുവീഴ്ച ചെയ്യില്ല, ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യത്തില്ല. ഈ ഒരു നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ അതെ, ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. സെക്രട്ടറി പറയും. സമവായം ഉണ്ടാവുകയില്ല. അത് CPI CPM തമ്മിൽ നോക്കേണ്ടത് സമവായം. ഈ ഒരു കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ കരാറുമായിട്ട് പാർട്ടിയും മുന്നണിയും മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് CPI എത്രത്തോളം കടുപ്പിക്കും അതിൽ? അല്ല, അത് ഇന്നത്തെ തീരുമാനം പോലും ഇരിക്കുമല്ല. ചർച്ചയ്ക്ക് മുമ്പ് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് കൂടും, അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടും. അതിനുശേഷം വ്യക്തമായ നിലയിൽ ഒരു തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾക്ക് തരും. മന്ത്രി ചിഞ്ചുറാണിയാണ് എക്സിക്യൂട്ടീവിലെത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അതിശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് CPI. വിജിനിലേക്ക് വീണ്ടും. വിജിൻ, അതായത് CPM ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ, ഞങ്ങൾ LDF ഇട്ട് പോകുന്നില്ല, ഈ സമ്മർദ്ദം രാഷ്ട്രീയ സമ്മർദ്ദമാണ്, അതല്ലാതെ കേവല കക്ഷി രാഷ്ട്രീയ സമ്മർദ്ദമല്ല എന്ന് ഉറപ്പിക്കുകയാണോ CPI? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ജിംസ്. അതായത് കഴിഞ്ഞ കുറേ കാലമായി പല തീരുമാനങ്ങളിലും CPM ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്, അത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള നിലപാടാണ് CPIക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം, അത് PMC വിഷയം എന്ന് പറയുന്നത് മറ്റ് വിഷയങ്ങൾക്ക് അപ്പുറം ഇതൊരു ഇടതുപക്ഷത്തിന്റെ നയപരമായ തീരുമാനത്തിന്റെ നയത്തിന്റെ കൂടി ഒരു പ്രധാന പ്രശ്നമാണ്. അതായത് RSS അജണ്ട ഉൾപ്പെടെ NCERT പാഠപുസ്തകങ്ങൾ വഴി ദേശീയ വിദ്യാഭ്യാസ നയം വഴി കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനൊരു നീക്കമാണ് നടക്കുന്നതെന്ന നിലപാടായിരുന്നു ഇടതുപക്ഷം പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ PMC നടപ്പിലാക്കാത്ത സമയത്ത് ഒക്കെ എടുത്തിരുന്നത്. പിന്നീട് ഈ 1466 കോടി രൂപയ്ക്ക് വേണ്ടി എന്തിന് ആ നയത്തിൽ വെള്ളം ചേർത്തു എന്നുള്ള ചോദ്യമാണ് CPI എടുക്കുന്നത്. അതായത് കേരളത്തിൽ പൊതുസമൂഹത്തിൽ മുഴുവൻ നയപരമായ കാര്യങ്ങളിൽ ഇടതുപക്ഷ നിലപാടാണ് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ള കൃത്യമായ നരേറ്റീവ് അത് കേരളത്തിൽ നൽകാൻ CPIക്ക് കഴിഞ്ഞു എന്നാണ് ഈ വിവാദങ്ങളിൽ നിന്ന് CPIക്ക് ഉണ്ടായ നേട്ടം. അതുകൊണ്ട് തന്നെ CPM ആ നയവ്യതിയാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു.